ഒരു തരത്തിൽ പറഞ്ഞാൽ ഓഹരി വിപണിയുടെ സൗന്ദര്യം വെല്ലുവിളിയായി മാറുന്നത് ഒരേ സമയം അതിൻ്റെ അപ്രവചനീയതയാണ്. വിപണിയിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് മാറി മറിയാൻ അധിക സമയമൊന്നും വേണ്ട. അപ്രതീക്ഷിതമായി ഇറങ്ങുന്ന ചില സംഭവങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഓഹരിയുടെയും വിപണിയുടെയും ഒക്കെ അവസ്ഥ കീഴ്മേൽ മറിക്കാൻ സാധിക്കും. കുതിച്ചു പായുകയായിരുന്ന ഓഹരിയെ തട്ടി വീഴ്ത്താനും തളർന്നു കിടക്കുകയായിരുന്ന ഓഹരിക്ക് ഉണർവാകാനും ഒക്കെ നിമിഷങ്ങൾ മതിയാകും. വിപണിയുടെ ഈ അപ്രവചനീയത ഒറ്റ നോട്ടത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഗതിയായി തോന്നാമെങ്കിലും മറുവശത്ത് നിക്ഷേപകർക്ക് അവസരവും മറച്ചുവെച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. വിലയിടിയുന്ന വേളയിൽ നിക്ഷേപത്തിനായുള്ള മികച്ച അവസരങ്ങളും മിന്നിത്തെളിയാമെന്നത് തന്നെ കാരണം. ചുരുക്കത്തിൽ വിപണിയുടെ പ്രവചനാതീത സ്വഭാവം ഒരു ന്യൂനതയിലെ മറിച്ച് അതിൻ്റെ ഒരു സവിശേഷതയാണെന്ന് സാരം. ഇവിടെ സൂചിപ്പിച്ചു വരുന്ന പ്രമുഖ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ ട്രെൻഡ് ലിമിറ്റഡിൻ്റെ ഓഹരിയുടെ സമീപകാല പ്രകടനത്തെക്കുറിച്ചാകുന്നു. കഴിഞ്ഞ ഒരു വർഷം NSEയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള 50 ബ്ലൂ ചിപ്പ് ഓഹരിയുടെ കൂട്ടത്തിൽ നിന്നും ഏറ്റവും അധികം നേട്ടം കരസ്ഥമാക്കിയ ടാറ്റ ഗ്രൂപ്പ് ഓഹരിയുമാണിത്. എന്നാൽ 2025 തുടക്കം മുതൽ കഥ മാറി മറിഞ്ഞു. ഡിസംബർ 31 7,123 രൂപയിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയ ഈ ഓഹരി ചൊവ്വാഴ്ച രാവിലെ 5,800 രൂപ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത്. അതായത് ജനുവരി മാസത്തിൽ ഇതുവരെ 20% ഇടിവാണ് ട്രെൻഡ് ഓഹരിയിൽ നേരിടുന്നതെന്ന് സാരം. ഈ ഒരു പശ്ചാത്തലത്തിൽ ട്രെൻഡ് ഓഹരിയുടെ സമീപ ഭാവിയിലേക്കുള്ള സാധ്യതകളെക്കുറിച്ച് അറിയാം. ചൊവ്വാഴ്ച രാവിലത്തെ വ്യാപാരത്തിനിടെ 4% ഇടിവ് നേരിട്ടതോടെ ട്രെൻഡ് ഓഹരി 200 ദിവസം മൂവിംഗ് ആവറേജ് നിലവാരത്തിനും താഴേക്ക് വീണു. ജനുവരിയിൽ ഇതുവരെയുള്ള 15 വ്യാപാര ദിനങ്ങളിൽ 3 ദിവസം മാത്രമാണ് ഈ ടാറ്റ ഓഹരിക്ക് നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. പ്രധാന ടെക്നിക്കൽ സൂചകങ്ങളൊന്നായ RSIയുടെ നിലവാരം 27ലേക്ക് താഴ്ന്നു. ഇതോടെ ഓവർസോൾഡ് മേഖലയിലാണ് ട്രെൻഡ് ഓഹരി ഇപ്പോഴുള്ളത്. അതേപോലെ കഴിഞ്ഞ ഒക്ടോബർ 14 രേഖപ്പെടുത്തിയ ഓഹരിയുടെ സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും 30% താഴെയായാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. അതായത് കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ 133% എന്ന മൾട്ടിബാഗർ നേട്ടം സമ്മാനിച്ച ട്രെൻഡ് ഓഹരിയിൽ വിപണിയിൽ തലപൊക്കിയ അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിക്ഷേപകർ ലാഭമെടുപ്പിന് തുനിയുന്നതാണ് സമീപകാല തിരിച്ചടിയെന്നാണ് കഴിഞ്ഞയാഴ്ച പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ കൊടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത്. അതേസമയം ഡിസംബർ സാമ്പത്തിക ഭാഗത്തിലെ ട്രെൻഡ് കമ്പനിയുടെ പ്രവർത്തന ഫലം വരുന്ന ഫെബ്രുവരി 6 പ്രസിദ്ധീകരിക്കും. മികച്ച പാദഫലം കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഓഹരി തിരിച്ചടിക്ക് ശമനം ഉണ്ടാകാമെന്നാണ് പ്രതീക്ഷ. 2025 മുതൽ 27 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ട്രെൻഡ് കമ്പനിയുടെ വിറ്റുവരൽ 29%, പ്രതിയോഹരി വരുമാനത്തിൽ 35% നിരക്കിലും സംയോജിത വാർഷിക വളർച്ച കൈവരിക്കുമെന്നാണ് കൊടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന് അനുമാനം. നേരത്തെ സെൽ റേറ്റിംഗ് നൽകിയപ്പോൾ ഓഹരിക്ക് നിർദ്ദേശിച്ചത് ലക്ഷ്യവില 5,950 രൂപയായിരുന്നു. ഇതിന് താഴേക്ക് ട്രെൻഡ് ഓഹരിയുടെ വിപണി എത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയം. നിലവിൽ ട്രെൻഡ് ഓഹരി പിന്തുടരുന്ന 22 ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ അനലിസ്റ്റുമാരാണ്. ഇതിൽ 12 പേരും ഓഹരി വാങ്ങാമെന്ന നിർദ്ദേശത്തോടെയുള്ള ബൈ റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. കൈവശം വെക്കാമെന്ന് നിർദ്ദേശിക്കുന്ന ഹോൾഡ് റേറ്റിംഗും വിറ്റൊഴിവാക്കാമെന്ന സെൽ റേറ്റിംഗും 5 അനലിസ്റ്റുകൾ വീതവും നൽകിയിട്ടുണ്ട്. ട്രെൻഡ് ഓഹരിയെ സംബന്ധിക്കുന്ന വിവരം പഠനാവശ്യർത്ഥം നൽകുന്നതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.